കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ഇഡിക്ക് തിരിച്ചടി. തോമസ് ഐസക്കിനെതിരായ ഇഡിയുടെ സമൻസ് നിലനിൽക്കുന്നതല്ലെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന് തെളിവുകളില്ലെന്നും ഹൈക്കോടതി. എല്ലാ സമൻസും പിൻവലിക്കുന്നതായി ഇഡി ഹൈക്കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, തോമസ് ഐസക്കിന്റെ ഹർജിയിൽ വലിയ തിരിച്ചടി ഇഡിക്കുണ്ടാകുന്നു. എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? തോമസ് ഐസക്കിനും കിഫ്ബിക്കും ഇഡി ഒരിക്കൽ സമൻസ് അയക്കുന്നു. ആ സമൻസിനെതിരെ ഐസക്കും കിഫ്ബിയും കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ആ സമൻസ് സ്റ്റേ ചെയ്യുന്നു. പിന്നീട് ദീർഘകാലത്തിന് ശേഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ ഈ കേസ് വരുന്നു. ആ കേസിൽ ദേവൻ രാമചന്ദ്രൻ പുതുക്കിയ സമൻസ് അയക്കാൻ ഇഡിക്ക് അനുമതി നൽകുന്നു. അതിനെതിരെ കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് തോമസ് ഐസക്കിന് അനുകൂല വിധി ലഭിച്ചിരുന്നു. നമുക്കൊക്കെ അറിയുന്ന പോലെ ആ പുതുക്കിയ സമൻസ് അയക്കാനുള്ള അധികാരവും റദ്ദാക്കിയിരുന്നു. പക്ഷെ അന്ന് ഡിവിഷൻ ബെഞ്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് വീണ്ടും വാദം കേട്ട് തീർപ്പ് കൽപ്പിക്കണം എന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ വീണ്ടും ആ കേസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ വന്നു. അപ്പോൾ ഇന്ന് കോടതി അത് പരിഗണിച്ചപ്പോ ഇഡി പറഞ്ഞത് എല്ലാ സമൻസുകളും ഇതിനകം തങ്ങൾ പിൻവലിക്കുകയാണ്, ഈ കേസുമായി ഇനി മുന്നോട്ട് പോകുന്നില്ല എന്ന് വാക്കാൽ ഇഡിയുടെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു കാര്യം ഉത്തരവായി ഇറക്കി. അതായത് ഇനി യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇതിൽ നടത്താനാവില്ല. ഇനി ഈ അന്വേഷണം ഇപ്പോൾ നടന്നിരിക്കുന്ന അന്വേഷണത്തിൽ യാതൊരു തെളിവുകളുമില്ല. ഇഡിയുടെ സമൻസ് നിലനിൽക്കുന്നതല്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിന്റെ ഭാഗമായി എഴുതിയിരിക്കുന്നത്. ഇനി തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടി അന്വേഷണം നടത്താനേ കഴിയില്ല എന്നാണ് കോടതി ഇക്കാര്യത്തിൽ അന്തിമമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും വഴിക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ തെളിവുകൾക്ക് വേണ്ടി ഒരു അന്വേഷണം സാധ്യമാവില്ല എന്ന് അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇഡിക്ക് ഈ ആളുകൾക്ക്, തോമസ് ഐസക്കിനും കിഫ്ബി അധികൃതർക്കും സമൻസ് നൽകി വിളിച്ചു വരുത്തി അങ്ങനെ തെളിവ് ശേഖരിക്കുന്ന ആ നടപടി നടക്കില്ല എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇഡിക്ക് അനാവശ്യമായൊരു അന്വേഷണവും നടത്താൻ കഴിയില്ല. ഈ കേസിൽ ഒരു തെളിവും ഇതുവരെ ഇഡിക്ക് ലഭിച്ചിട്ടുമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇനി തോമസ് ഐസക്കിനും കിഫ്ബിക്കുമെതിരെ യാതൊരു അന്വേഷണത്തിനും ഇഡിക്ക് സാധ്യതയില്ല എന്ന് ഇതോടെ വ്യക്തമായി. സാലി, ഈ കേസിൽ നിർണായകമായ ഒരു നിരീക്ഷണവും ഉത്തരവുമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഇത് തുടർന്ന് ഇതിൽ മറ്റ് നടപടികൾക്കില്ല എന്ന് ഇഡി പറയുമ്പോൾ പോലും സാലി പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ഇഡിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തിൽ ഇഡി പൂർണ്ണമായും ഈ കേസിൽ നിന്ന് പിന്മാറും എന്നാണോ കരുതേണ്ടത്? അക്കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് ഘട്ടങ്ങളിലായി സിംഗിൾ ബെഞ്ചിൽ നിന്നും ഒരു ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഇഡിക്ക് തിരിച്ചടി കിട്ടിയ ഒരു കേസാണിത്. ആദ്യം സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട സമൻസുകളും റദ്ദാക്കിയിരുന്നു. തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലേക്ക് കേസ് വരികയും പുതുക്കിയ സമൻസുകൾ അയക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്വാഭാവികമായി സിംഗിൾ ബെഞ്ചിനേക്കാൾ ഉയർന്ന അധികാര പരിധികളുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഈ പുതുക്കിയ സമൻസ് അയക്കാനുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഒരു ഉത്തരവിട്ടത്. അപ്പോൾ ഇപ്പോൾ ഇതിനകം തന്നെ വേണ്ടത്ര തിരിച്ചടി ഇഡിക്ക് ഈ കേസിൽ കിട്ടിയിട്ടുണ്ട്. ഒന്നിലധികം ബെഞ്ചിൽ നിന്നും തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. തെളിവില്ലാതെ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി തെളിവുകൾ ലഭിക്കണം. ഏതെങ്കിലും ഗൗരവതരമായ തെളിവുകൾ ലഭിച്ചാൽ ഇഡിക്ക് അന്വേഷണത്തിന് വഴിയുണ്ട്. പക്ഷെ അതെല്ലാ കേസുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. തെളിവുകൾ ലഭിച്ചാൽ മാത്രം അന്വേഷണത്തിന് സാധ്യതയുള്ളൂ. തെളിവുണ്ടാക്കാൻ വേണ്ടി അന്വേഷണവും സമൻസും ചോദ്യം ചെയ്യലും ഒന്നും പറ്റില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാരി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി നടന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട. അപ്പോൾ അത്തരം വാദങ്ങൾക്കും പ്രചാരണങ്ങൾക്കും കൂടി തിരിച്ചടിയാകുകയല്ലേ പൂർണ്ണമായും ഹൈക്കോടതി ഈ വിഷയത്തിൽ അന്വേഷണം തള്ളിക്കളയുന്നതോടുകൂടി? തീർച്ചയായും ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട തോമസ് ഐസക്കിനെ ഈ കിഫ്ബി സംവിധാനത്തെയും നിയമക്കുരുക്കിലാക്കാനും രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടന്നിരുന്നു. അത്തരം ആളുകൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഇത്. ഈ നിരന്തരം ഈ വിഷയത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കെല്ലാം തിരിച്ചടി നിയമപരമായി ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു ബെഞ്ചിൽ നിന്നല്ല, ഇപ്പൊ ഇതിനകം 3 ബെഞ്ചുകളിൽ നിന്ന്, അതിൽ 2 സിംഗിൾ ബെഞ്ചും 1 ഡിവിഷൻ ബെഞ്ചുമാണ് തോമസ് ഐസക്കിന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ച് ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുടർന്നും ബെഞ്ചുകൾ മാറി ഹർജികൾ വരികയും വീണ്ടും ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്ന ഒരു ഘട്ടമൊക്കെ എത്തി. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഇനി വ്യക്തമാക്കിയിരിക്കുന്നു, ഇനി തെളിവില്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിനും സാധ്യതയില്ല. അപ്പോൾ അത് നിയമപരമായി ഇഡിക്ക് ലഭിച്ച ഒരു തിരിച്ചടി എന്നതിനേക്കാൾ ഉപരി
ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതിന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അവരുടെ ഈ അന്വേഷണ സംവിധാനങ്ങളെ ഇത്തരത്തിൽ ദുരുപയോഗിക്കുന്നു എന്ന് വലിയ പരാതി വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. ആ കാലഘട്ടത്തിൽ ഇത്തരം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഇത്തരം തിരിച്ചടികൾ അവരെ ചിന്തിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒന്നാമത്തെ കാര്യം, അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ച കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ ഉത്തരവ് ഒരു തിരിച്ചടി തന്നെയാണ്. ഹൈക്കോടതിയിൽ നിന്നും നിരന്തരം തിരിച്ചടികൾ ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിഫ്ബിക്കും തോമസ് ഐസക്കിനുമെതിരെ ഇ.ഡി. ആരംഭിച്ച അന്വേഷണങ്ങൾ ഒന്നും നിയമപരമല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. അത് ഇഡിക്ക് ലഭിച്ച നിയമപരമായ തിരിച്ചടിക്ക് പുറമെ രാഷ്ട്രീയമായി അത് ഉപയോഗിക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടി കൂടിയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇഡിക്ക് വലിയ തിരിച്ചടി നേരിടുകയാണ് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ.